ശ്രീ മാർട്ടിൻ ജോർജ്, ഇപ്പോൾ വീണ്ടും കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ബോംബ് പൊട്ടി ഒരു സാധാരണക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. കാരണം ഇത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മിക്ക പരിപാടികൾ CPM അതുപോലെ തന്നെ മറ്റ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ആണ് ഒരു ആള് ബോംബ് പൊട്ടി മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. എന്നിട്ട് എന്ത് സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് വന്നത്? ഏത് സ്ഥലങ്ങളാണ് റെയ്ഡ് നടത്തിയത്? ഇത് സ്ഥിരമായ സംഭവമായി മാറുകയില്ലേ? എത്ര പേര് ഇപ്പോൾ പാവപ്പെട്ട ഒരു പ്രായമുള്ള ഒരാൾ മരിച്ചു. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്താണ് ബോംബ് പൊട്ടി ബോംബ് നിർമ്മിക്കുന്ന ആള് മരിച്ചത്. അതിന് നിരവധി മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിർബാധം ബോംബ് സ്ഫോടനങ്ങൾ നടക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്തു ബോംബ് നിർമ്മിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ വീടുകളിൽ സാധനങ്ങൾ പെറുക്കാൻ വേണ്ടി പോകുന്ന, വിറക് പെറുക്കാൻ വേണ്ടി പോകുന്ന അത്തരം ആൾക്കാർ തന്നെ മരണപ്പെട്ട, പരിക്ക് പറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടും എന്ത് നില ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പരിശോധിക്കേണ്ട വിഷയമല്ലേ? ഇത്രമാത്രം ബോംബ് നിർമ്മാണം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നിട്ടും, അതുപോലെ തന്നെ ബോംബ് സ്ഫോടനത്തിൽ ഉണ്ടാക്കുമ്പോൾ മരിച്ചിട്ടും എന്ത് നിലപാടാണ്? ആരെയാണ് ഇത്തരത്തിൽ ആരെയാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, പോലീസ് കേസെടുത്തിരിക്കുന്നത്? എത്രമാത്രം ബോംബ് നിർമ്മാണം നമ്മുടെ ജില്ലയിൽ നടക്കുന്നുണ്ട്? ആർക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പോലീസും ഇക്കാര്യത്തിൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ഇത്തരം ബോംബ് നിർമ്മാണ ശാലകൾ പരിശോധിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ സംജാതമാവും. നിയമസഭാ ഇലക്ഷനിലാണ് ബോംബ് എറിഞ്ഞ ഒരു യൂത്ത് ലീഗിന്റെ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊല ചെയ്തത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇവിടെ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ഒരു യുവാവ് മരിച്ച് നിരവധി പേർക്ക് പരിക്ക് പറ്റിയത്. ഇലക്ഷന് ശേഷമാണ് ബോംബെറിയുന്ന വീടിന് ബോംബെറിയുന്ന CCTV ദൃശ്യങ്ങളിലൂടെ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇത്തരം കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ശരി, ശ്രീ മാർട്ടിൻ ജോർജ് പ്രതികരിച്ചതിന് നന്ദി.